ലാലേട്ടൻ 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 സർവത്ര ലാലേട്ടൻ മഴയാണ്. എന്തൊക്കെ ന്യൂസുകളാണ്! ലാലേട്ടന്റെ ഫുൾ പോസിറ്റീവ് വാർത്തകളാണ് 2020 വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോന്നായിട്ട് നമ്മൾ എടുത്ത് സംസാരിക്കാനുണ്ട്. ഇപ്പോ തുടരും, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന തുടരും സിനിമയുടെ റിലീസ് ഫിക്സ് ചെയ്തതിനു ശേഷം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി നിർത്തി നമ്മളെ തുടരും റിലീസിന് എത്തുന്നുണ്ട്. സോ അതിനു മുമ്പേ ലാലേട്ടന്റെ അതേപോലെ നമ്മുടെ ലാലേട്ടൻ ആൻഡ് ശോഭന 1989 നാടോടിക്കാറ്റ് എന്ന് പറഞ്ഞ ഒരു സിനിമ കണ്ട സമയത്ത് എന്തൊരു അവരൊരു മാജിക് ഉണ്ട്. ആ ഒരു കോംപോയില്, ആ ഒരു കണ്ണിലെ നോട്ടത്തിലും, ആ ഒരു റൊമാൻസിലും ലവിലും ഒക്കെ ഒരു മാജിക് ഉണ്ട്. ലാലേട്ടൻ ശോഭന മാജിക്. അതുപോലെ ഒരുപാട് ചിത്രം, മിന്നാരം, പക്ഷേ അങ്ങനെ തുടങ്ങി കുറെ ചിത്രമുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും മലയാളികൾ അവരിഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല. ആ ഒരു കോമ്പോന, പ്രത്യേകിച്ച് ലാലേട്ടൻ ശോഭന വരുന്ന എല്ലാ ചിത്രങ്ങളും. സോ അതേപോലെ കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ ഒരു താര ജോഡികളെ, ആ ഒരു ലവ് കോമ്പോനെ നമ്മൾ സ്ക്രീനിൽ കാണാൻ പോവുകയാണ് തുടരും എന്ന സിനിമയിലൂടെ. ഇപ്പം അതിന്റെ ഒരു സോങ്ങിന്റെ പേര് കൺമണിപ്പൂവേ. നമ്മളെ MG ശ്രീകുമാർ അണ്ണം പാടിയ പാട്ടാണ്. നല്ല ഒരു റൊമാൻറ്റിക്, ഫീൽ ഗുഡ് വൈബുള്ള ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. കണ്ട് നമ്മൾ സംസാരിക്കാം. വീഡിയോ തുടങ്ങുന്ന മുമ്പ് ഒരു കാര്യം പറയട്ടെ, സോണി സൗത്ത് മ്യൂസിക് ആണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. സോ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എപ്പം പണി കിട്ടിയെന്ന് അറിയില്ല, പണി കിട്ടുമെന്നില്ല, കോപ്പിറൈറ്റ് വന്ന് ഫുള്ള് ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ ഇടുന്നതായിരിക്കില്ല. പ്ലീസ് ബെയർ വിത്ത് മീ. ഇത് കാണാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഏതെങ്കിലും രീതിയിലായിട്ട് ഞാൻ കാണുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാല് മനസ്സ് നിറഞ്ഞ ഒരു പാട്ട്. ശരിക്കും പറഞ്ഞാൽ മനസ്സും കണ്ണും നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാം നമ്മളെ നിറഞ്ഞു നിൽക്കുക. നമ്മളൊരു പോസിറ്റിവിറ്റി എന്നെല്ലാം പറയില്ലേ, 90s വൈബ് എന്നെല്ലാവരും പറയാറുണ്ട്. ഇതൊക്കെ ഈ പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് ശരിക്കും ഒരു 90s വൈബ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് കാലമായി മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു പാട്ട് ഇറങ്ങിയിട്ട്. പ്രത്യേകിച്ച് ലാലേട്ടന് വേണ്ടിയിട്ട് MG ശ്രീകുമാർ പാടിയ പാട്ട്, ലാലേട്ടന്റെയും ശോഭനയുടെയും കൂടിയിട്ടുള്ള പ്രസൻസ്. മോനെ എന്തൊരു സുഖാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. ഇതില് പെട്ടെന്ന് ലാലേട്ടൻ ചിരിക്കുന്ന ചിരി, ആ മുഖത്ത് വരുന്ന ഓരോ എക്സ്പ്രഷൻസ്, ശോഭനേന്റെ കുറച്ച് എക്സ്പ്രഷൻസ്, ഇതെല്ലാം കാണുന്ന സമയത്ത് ശരിക്കും ആ നാടോടിക്കാറ്റ്. പക്ഷേ അത് കുറെ പാട്ടുകളുണ്ട്, മിന്നാരം, വേറെ കുറെ പാട്ടില്ലേ, അവൻ സിനിമകളുണ്ട്, കുറെ സിനിമകൾ അങ്ങനെല്ലാം കൂടി വരുന്നുണ്ട് മനസ്സിലേക്ക്. ശരിക്കും പറഞ്ഞാല് മലയാള സിനിമയിൽ ഓരോ ഘട്ടത്തിൽ ഓരോ സ്റ്റൈല് പാട്ടാണ്. ഇപ്പൊ ലജ്ജാവതി തുടങ്ങി അതൊരു ട്രെൻഡ് കഴിഞ്ഞ് അവസാനം ഇങ്ങോട്ട് ഇപ്പോഴത്തെ റാപ്പ് സോങ്, ദബ്സി വന്നേ പിന്നെ ഫുള്ള് റാപ്പ് സോങ് ആണ്. റാപ്പ് സോങ് ഇല്ലാത്ത ആ ഒരു ഫാസ്റ്റ് ടൈപ്പ് പാട്ടില്ലാത്ത ഒരു സിനിമ വരുന്നില്ല. എല്ലാത്തിലും ഒരു റാപ്പ് സോങ് നിർബന്ധമാണ് എന്ന രീതിയിലാണ് ഇപ്പൊ മ്യൂസിക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനിടയിൽ നമുക്ക് മിസ്സാവുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പാട്ടുകൾ ഭയങ്കരമായിട്ട് മലയാളികൾക്ക്, പ്രത്യേകിച്ച് ഞാനും വിചാരിച്ചു പേഴ്സണലായിട്ട് എത്ര നാളായിട്ട് ഒരു നല്ലൊരു പാട്ട് കേട്ടിട്ട്, അല്ലെങ്കിൽ ഒരു മനസ്സിനെ നമുക്കൊരു മെലോഡിയസ് ഒരു പ്രണയഗീതം അങ്ങനത്തെ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. നമുക്ക് ഈ 90s അങ്ങനത്തെ പാട്ട് വരില്ല ഇനി. നമ്മളിപ്പോ യൂട്യൂബിൽ തന്നെ നോക്കേണ്ടി വരും ഇനി അങ്ങനത്തെ പാട്ട്. ഇപ്പൊ രവീന്ദ്ര മാഷിന്റെ, ജോൺസൺ മാഷിന്റെ, അല്ലെങ്കിൽ പണ്ടത്തെ യേശുദാസിന്റെ, ജയചന്ദ്രൻ സാറിന്റെ, അങ്ങനത്തെ പാട്ടുകൾ കേൾക്കണമെങ്കിൽ ഇനി അങ്ങനത്തെ പാട്ടുകാരില്ല, അങ്ങനത്തെ കലാകാരന്മാരുടെ പാട്ടുകാരില്ല, അങ്ങനത്തെ സംഗീത സംവിധായകരില്ല, ഗിരീഷ് പുത്തഞ്ചേരിയെ പോലത്തെ എഴുത്തുകാരില്ല, ആരുമില്ല, അവരെല്ലാം പോയി. ഇനിയിപ്പോ പുതിയ ആൾക്കാരാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് നമുക്ക് എപ്പോഴൊക്കെ മിസ്സാവുന്നുണ്ട് അങ്ങനത്തെ പാട്ടുകൾ. അപ്പൊ ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് ശരിക്കും അങ്ങനത്തെ ഒരു ഫീലാണ്, മനസ്സ് നിറക്കുന്ന ഒരു നന്മയുള്ള ഒരു പാട്ട് എന്നെല്ലാം പറയില്ല, അതേപോലത്തെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ആൻഡ് ഒബ്വിയസ്ലി പഴയ ലാലേട്ടന തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അങ്ങനല്ല, മൂപ്പര് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതാണ്, ആരും തിരിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല പഴയ ലാലേട്ടനൊന്നും. മൂപ്പര് തന്നെ അത് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ആ മുഖത്തിലെ ഗ്ലോയും ആ ഒരു സ്കിന്നും താടിയെല്ലാം എടുത്തിട്ടാണെങ്കിലും താടി വെച്ചിട്ടാണെങ്കിലും ആ ചിരിയിലൊക്കെ വരുന്നുണ്ട്. എല്ലാ സംഭവങ്ങൾ കയറി വരുന്നുണ്ട്. വളരെ എക്സൈറ്റഡ് ആണ് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പാട്ടിനെ പറ്റി പറയുമ്പോൾ ഒന്നും കൂടി എനിക്ക് പറയാനുള്ളത്, എവിടെയൊക്കെയോ നമ്മൾ ഏതോ കേട്ട് മറന്ന കുറച്ച് പാട്ടുകളുണ്ട്. ആ പാട്ടിന്റെ എന്തൊക്കെയോ വരുന്നുണ്ട്. പഞ്ചമി തിങ്കൾ കണ്ണനയുന്നു അഞ്ജന കണ്ണാളേ, ആ ഒരു പാട്ട്, അത് എനിക്ക് തോന്നുന്നു ജയറാമിന്റെ ഏതോ ഒരു പാട്ട് തോന്നുന്നു. അത് അങ്ങനത്തെ ആ ഒരു പാട്ട്, അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ ഇടയ്ക്കോ. ഇപ്പൊ ഇത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. സോ എടുത്തു പറയേണ്ടത് ജേക്സ് ബിജോയ് തന്നെയാണ്. ജേക്സ് ബിജോയ് അഗെയിൻ നമ്മളെ വന്നിങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് ടൈപ്പിലുള്ള പാട്ടാണെങ്കിലും ജേക്സ് ബിജോയിന്റെ പേരുണ്ടാവും. അങ്ങനത്തെ ഒരു സംഭവമായിട്ട് അങ്ങനെ ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒരു പേരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജേക്സ് ബിജോയിന്റെ. ആൻഡ് ഇതിന്റെ ലിറിക്സ് BK ഹരിനാരായണൻ എഴുതിയ ലിറിക്സ് രണ്ടും
ഒരു പുഴ ഒഴുകുന്നത് പോലെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ 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 ഒഴുകി ഒഴുകി നമ്മളിലേക്ക് വരുന്നുണ്ട്. കംപ്ലീറ്റ്ലി തെറോലി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സോങ് ആണ്. വെരി മച്ച് എന്താണ് എൻജോയ് ചെയ്തു തന്നെ പറയാം. ഒരു കുളിർമ നൽകുന്ന ഒരു പാട്ട് എന്നെല്ലാം പറയില്ല, അതേപോലത്തെ ഒരു ഫീലാണ് എല്ലാവർക്കും കിട്ടിയെന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സ് നോക്കിയാലും മനസ്സിലാവും. എത്ര കാലമായി നല്ലൊരു ഫീൽ ഉള്ള ഒരു പാട്ട് കേട്ടിട്ട്. യെസ്, മൂപ്പരെ ചിരി കാണുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ ഇളിച്ചോണ്ട് നിന്നു പോകും. ലാലേട്ടനെ പറ്റിയാണ്. ആൻഡ് ദപ്സി കോപ്സി പണ്ടാർ എവിടെ പോലും കേട്ട് ഇപ്പൊ നല്ലൊരു പാട്ട് കേട്ടപ്പോൾ എന്തൊരു ആശ്വാസം എന്നല്ലോ. അത്രയില്ല പൊന്നോ. നാട്ടിൻപുറമയുടെ കാഴ്ചയിലേക്ക് ലാലേട്ടനും കൂട്ടരും വന്നെത്തി. തന്ത വൈബ് ഉള്ള ഞങ്ങളെ പോലെവർക്ക് പാട്ട് ആശ്വാസമായിരിക്കും. പക്ഷെ എക്സാക്ട്ലി നമുക്ക് ഈ 90s 80s ഉള്ള ആൾക്കാർക്ക് ഇപ്പോഴത്തെ പാട്ടുകൾക്ക് നമുക്ക് പിടിക്കൂല. നമ്മൾ തന്നെ പുറകോട്ട് പോയി യൂട്യൂബിൽ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു പഴയ പാട്ടുകൾ എപ്പോഴും കേൾക്കാൻ വേണ്ടിയിട്ട്. അതൊരു സുഖമാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഇടക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പാട്ട് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ മരുഭൂമിയിൽ ഇങ്ങനെ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് മരുഭൂമിയിൽ നടക്കുന്ന സമയത്ത് കുറച്ചൊരു വെള്ളം കൈക്കുമ്പിളിൽ കിട്ടുന്ന അതിങ്ങനെ കുടിക്കുന്ന പോലെ ആ പച്ചവെള്ളത്തിന്റെ സ്വാദം ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ് ഈ പാട്ട് എനിക്ക് ഇപ്പൊ പേഴ്സണലായിട്ട് ഫീൽ ചെയ്യുന്നത്. പാട്ടെല്ലാം വരുന്ന സമയത്ത് ഒബ്വിയസ്ലി ആ ഒരു കോംബോവും MG അണ്ണനും ഉള്ള കോംബോ. MG അണ്ണനും ശോഭനെ പോലെ തന്നെയാണ്. MG അണ്ണൻ ഒരുപാട് പാട്ടുകൾ നമുക്ക് ലാലേട്ടനൊപ്പം തന്നിട്ടുണ്ട്. അത് ഭയങ്കര അടാറ് കോംബോ ആണ്. എന്താണ് ഓരോരോ പാട്ട്, തട്ടുപൊളിപ്പം പാട്ട്, അടിപൊളി പാട്ടാണെങ്കിലും മെലഡി ആണെങ്കിലും ഏത് കാലഘട്ടം മുതലേ തുടങ്ങിയാണ്. അപ്പൊ അതും MG അണ്ണൻ ലാലേട്ടൻ കോംബോ ഇസ് ബാക്ക്, ശോഭന ലാലേട്ടൻ കോംബോ ഇസ് ബാക്ക്. അപ്പൊ എല്ലാവരും വന്നിട്ട് അവരെ ബാക്ക് ടു ദാറ്റ് 90s അല്ലെങ്കിൽ ബാക്ക് ടു ദാറ്റ് പീക്ക്, ഒരു പ്രൈം ഒരു സമയത്തിലുള്ള ആ ഒരു സമയത്തിലേക്കുള്ള തിരിച്ചുപോക്കാണോ അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള വരവാണോ എന്നുള്ളത് കണ്ടറിയാം. എനിവേ പ്രാർത്ഥിക്കുകയാണ് തുടരും ഹിറ്റാവാൻ വേണ്ടിയിട്ട്, നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് ബീങ് there and keep watching and remember the name guys is Bald and Beard Reacts.